ഇന്ന് വെറൈറ്റി മീഡിയ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഗോബി മഞ്ചൂരിയാണ്. അപ്പോൾ അതുണ്ടാക്കാൻ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. ആവശ്യമായ സാധനങ്ങൾ: കോളിഫ്ലവർ 1 കിലോ, ഓയിൽ ആവശ്യത്തിന്, സോയാ സോസ്, ടൊമാറ്റോ സോസ്, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, സവാള 2 എണ്ണം, വെള്ളം, ഉപ്പ്, മൈദ, കോൺഫ്ലവർ, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ എന്നിവയാണ്. നമുക്ക് കോളിഫ്ലവർ കട്ട് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ നമുക്ക് 5 മിനിറ്റ് ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിലടങ്ങിയിരിക്കുന്ന അഴുക്ക് പോകാനും കോളിഫ്ലവർ ഒന്ന് സോഫ്റ്റ് ആകുന്നതിനും വേണ്ടിയാണ് ബോയിൽ ചെയ്യുന്നത്. അതിനായി ഒരു പാത്രത്തിൽ ആവശ്യമായ അളവിൽ വെള്ളമെടുത്ത് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ബോയിൽ ചെയ്തെടുക്കുക. ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച കോളിഫ്ലവർ ആഡ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായി ആവശ്യമായ ബാറ്ററി തയ്യാറാക്കാം. വലിയൊരു പാത്രമെടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3 ടീസ്പൂൺ മൈദ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് എന്നിവ ചേർക്കുക. അല്പാൽപ്പം വെള്ളം ആഡ് ചെയ്ത് ഈ ഒരു തിക്നെസ്സിൽ ബാറ്ററി തയ്യാറാക്കാം. ഇതിലേക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക.
നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോളിഫ്ലവർ 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി മിക്സ് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ചേർക്കുക. ചൂടായ ഓയിലിലേക്ക് മിക്സ് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. രണ്ട് സൈഡും നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള കോളിഫ്ലവറും ഫ്രൈ ചെയ്തെടുക്കാം. സോസ് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: വലുതായി അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം എന്നിവയാണ്. ഇനി നമുക്കിതിൻ്റെ സോസ് ഉണ്ടാക്കാം. അതിനായി അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചതച്ചത് 2 ടീസ്പൂൺ വീതം ആഡ് ചെയ്യുക. അതിലേക്ക് പച്ചമുളക്, സവാള, ക്യാപ്സിക്കം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ആഡ് ചെയ്യുക. സോയാ സോസ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഇളക്കുക. ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുക. എല്ലാം നന്നായി മിക്സ് ചെയ്യുക.
1 ടീസ്പൂൺ കോൺഫ്ലവർ അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുക. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മുടെ ഗോബി മഞ്ചൂരി റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അത് കഴിച്ചോ? മോശമായിട്ട് ടേസ്റ്റ് ആവും, ഒന്നും പറയല. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം.